വോട്ടൊഴുക്ക് എങ്ങോട്ട്? കണക്ക് കൂട്ടാൻ ഏറെ സമയമുണ്ട്. പക്ഷേ കൂട്ടിയും കിഴിച്ചും സമയം കളയാൻ നേതൃത്വത്തിന് സമയമില്ല. അത്രമേൽ ആശങ്കയാണുള്ളത്. പുറമെ അവകാശവാദങ്ങളുണ്ടെങ്കിലും നേതാക്കളുടെ അകം അശാന്തമാണ്. അടിത്തട്ടിൽ നിന്ന് ലഭിച്ച കണക്കനുസരിച്ച് ചെറിയ ഭൂരിപക്ഷത്തോടെയാണെങ്കിലും ഭരണം നിലനിർത്താമെന്ന വിശ്വാസത്തിലാണ് LDF. ഭരണവിരുദ്ധ വികാരത്തെ MLA-മാരുടെ ജനപ്രീതിയുടെ മറികടക്കാനാകുമെന്ന പ്രതീക്ഷയും മുന്നണിക്കുണ്ട്. എന്നിട്ടും ഭരണം ഉറപ്പിക്കാനാകാത്ത അവസ്ഥയിലാണ് CPM-ഉം LDF-ലെ ഘടകകക്ഷികളും. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി കീഴ്ഘടകങ്ങളിൽ നിന്ന് വരുന്ന കണക്കുകൾ പാടെ തെറ്റുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും താഴെത്തട്ടിൽ നിന്നുള്ള കണക്കുകളും യഥാർത്ഥത്തിൽ ലഭിച്ച വോട്ടും തമ്മിൽ വലിയ അന്തരമുണ്ടായിരുന്നു. അതിനാൽ കണക്കുകളിൽ വിശ്വാസമർപ്പിച്ച് ഭരണ തുടർച്ച ഉറപ്പിക്കുന്നില്ല പാർട്ടിയും മുന്നണിയും. സാമൂഹിക മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിനു വേണ്ടി നിലകൊള്ളുന്ന സഹയാത്രികർ പോലും വോട്ടെടുപ്പിന് ശേഷം നടത്തുന്ന വിമർശനാത്മകമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനം ഭരണം നഷ്ടപ്പെടുമെന്ന മാനസികാവസ്ഥയിൽ തന്നെയാണ്. അടിത്തട്ട് മുതൽ മേൽഘടകം വരെ നീളുന്ന സംഘടനാ സംവിധാനങ്ങളും ജനങ്ങളുമായി ഇഴയടുപ്പമുള്ള പ്രവർത്തകരുമായിരുന്നു ഇടതുമുന്നണിയുടെ വിശേഷിച്ച് CPM-ന്റെ കണക്കുകളുടെ ബലം. തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവുമായി 3-4 ഘട്ടങ്ങളായി ശേഖരിക്കപ്പെടുന്ന ഈ കണക്കുകളിൽ ഏറ്റവും ഒടുവിലത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള ജനവികാരം പോലും പ്രതിഫലിക്കുമായിരുന്നു. എന്നാൽ 2001-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഈ കണക്കുകൾ ഏറിയും കുറഞ്ഞും പാളിയിട്ടുണ്ട്. ജനകീയാസൂത്രണം ഉൾപ്പെടെയുള്ള വലിയ പരിഷ്കാരങ്ങളിലൂടെ ജനപ്രീതി ആർജിച്ച അന്നത്തെ സർക്കാരിന് തുടർച്ചയുണ്ടാകുമെന്ന് CPM വിലയിരുത്തിയത് താഴെത്തട്ടിൽ നിന്ന് ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഏറ്റവും മോശമായാൽ പോലും 80 സീറ്റ് ഉറപ്പിച്ച മുന്നണിക്ക് കിട്ടിയതാകട്ടെ അതിന്റെ പകുതി മാത്രം. തൊട്ടു പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ പ്രതീക്ഷകൾക്ക് മുകളിലുള്ള വിജയമാണ് LDF-ന് ലഭിച്ചത്. 20-ൽ 18 സീറ്റ്. ശേഖരിച്ച കണക്കുകളെക്കാൾ വോട്ട് ഗണ്യമായി കുറയുമ്പോൾ മാത്രമല്ല, കൂടുമ്പോഴും യഥാർത്ഥ ജനവികാരം മനസ്സിലാക്കുന്നതിൽ പാർട്ടി സംവിധാനം പരാജയപ്പെടുന്നതായി അന്ന് വിലയിരുത്തലുണ്ടായി. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലും ഈ പ്രവണത ഏറ്റക്കുറച്ചിലുകളോട് തുടർന്നു. ജനവികാരത്തെയും അടിയൊഴുക്കുകളെയും തിരിച്ചറിഞ്ഞ് തന്നെയാണോ ഇത്തവണയും കണക്ക് തയ്യാറാക്കിയതെന്ന സംശയം നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് അവർ കണക്കുകളെ കണ്ണടച്ച് വിശ്വസിക്കാത്തതും ഭരണ തുടർച്ചയിൽ ആശങ്കപ്പെടുന്നതും. ഇതിനിടെ UDF പ്രതീക്ഷ ഭരണവിരുദ്ധ വികാരവും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിലുമാണ്. എന്നാൽ ഇതിനിടയിൽ ഡീൽ നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാം താളം തെറ്റും. അതിനാൽ 100 സീറ്റ് പറയുന്നുണ്ടെങ്കിലും വിവിധ പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്ത് നീറ്റലായുണ്ട്. ഇനി NDA ഇത്തവണ താമര വിരിഞ്ഞില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ കാത്തിരിക്കുന്നത് ചാണകാഭിഷേകമായിരിക്കും. ഇനി എന്തെല്ലാം കാണണം, കേൾക്കണം.